ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാസിലസ് ആന്ത്രാസിസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ മോർഫോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ കൾച്ചറൽ ക്യാരക്ടേഴ്സ് ആണ്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് എയറോബിക് ഓർഗാൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസും റേഞ്ച് പറയുമ്പോൾ 12 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന്റെ റേഞ്ച് പറയുന്നത്. പിന്നെ ഇതിന്റെ സ്പോർ ഫോർമേഷൻ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 25 to 30 ഡിഗ്രി സെൽഷ്യസിൽ നല്ല രീതിയിൽ സ്പോർ ഫോർമേഷൻ ഉണ്ടാവും. ദെൻ ഓർഡിനറി മീഡിയയിലൊക്കെ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും. ന്യൂട്രന്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ആഫ്റ്റർ 24 അവേഴ്സിന്റെ ഉള്ളിൽ ആഫ്റ്റർ 24 അവേഴ്സ് നമ്മൾ ഗ്രോത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേഷ് ആൻഡ് ഗ്രാനുലാർ കോളനീസ് ആയിരിക്കും കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ഒരു ഗ്രേഷ് ഗ്രാനുലാർ കോളനീസ് ആയിരിക്കും ഏബിൾ ടു 2 to 3 millimeter ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാവാം. ദെൻ നമ്മൾ ഇതിന്റെ ലോ പവറിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലെ ലോ പവറിൽ നമ്മൾ ഇതിന്റെ എഡ്ജ് ഓഫ് ദ കോളനീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കോളനി കാണാന്ന് വെച്ചാൽ ഒരു ലോങ് ഇന്റർസെയിലിംഗ് ചെയിൻസ് ഓഫ് ബാസിലി ആയിട്ട് കാണാൻ പറ്റും. റിസംബ്ലിംഗ് ദ ലാക്ക് ഓഫ് മാറ്റഡ് ഹെയർ, അതായത് എന്തുപോലെ ഒരു മെഡൂസ, ഈ ഒരു മാറ്റഡ് ഹെയർ അപ്പിയറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് മെഡൂസ ഹെഡ് അപ്പിയറൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് പറഞ്ഞാൽ അതിന്റെ സർഫസ് ഒക്കെ എന്തുണ്ടാവും, ഒരു അൺഈവൻ സർഫസ് അല്ലെങ്കിൽ വേവി മാർജിൻ ലൈക്ക് അപ്പിയറൻസ് ഒക്കെ കാണാൻ പറ്റും. ഇതിന്റെ കോളനി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മെഡൂസ ഹെഡ് അപ്പിയറൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന്റെ ഇമേജസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ മെഡൂസ ഹെഡ് അപ്പിയറൻസ് എന്നുള്ള രീതി പറയുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ആഫ്റ്റർ 24 അവേഴ്സിനുള്ളിൽ നമ്മൾ ഗ്രോത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ മെഡൂസ ഹെഡ് എന്ന് പേര് പറയാൻ കാരണം ഈ ഒരു മെഡൂസ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതാണ് മെഡൂസ ഹെഡ് അപ്പിയറൻസ് എന്നുള്ള കോളനീസ് എന്നുള്ള രീതി പറയുന്നത്. ഓക്കെ, നമ്മൾ ലോ പവറിൽ നോക്കി മൈക്രോസ്കോപ്പിന്റെ അകത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. ദെൻ ബ്ലഡ് കളർ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. ഗ്രേ ഓർ വൈറ്റ് കളർഡ് കോളനീസ് ആയിരിക്കും, നോൺ ഹീമോലൈറ്റിക് കോളനീസ് ആയിരിക്കാം, വിത്ത് എ ഡ്രൈ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കാം. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് 3 millimeter ഡയമീറ്റർ ആയിരിക്കാം. ദെൻ സോളിഡ് മീഡിയ കണ്ടെയ്ൻ പെൻസിലിനുള്ള സോളിഡ് മീഡിയയിലാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് പെൻസിലിൽ എടുത്തത് 0.05 to 0.5 യൂണിറ്റ് ഓഫ് പെൻസിൽ പെർ ml ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 to 6 അവേഴ്സിനുള്ളിൽ എന്ത് കിട്ടും, നമുക്കൊരു ലാർജ് സ്പെറിക്കൽ കോളനീസ് നമുക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, ദെൻ ഇത് എന്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സർഫസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെയിൻ ഓഫ് ദ, ഈ അകാറിന്റെ മുകളിലൊക്കെ ഒരു ചെയിൻ ആയിട്ട് കാണപ്പെടുക. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രിങ് ഓഫ് പേൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുത്തുമാലയില് മുത്ത് ഇട്ട പോലെ ആയിരിക്കും ഇതിന്റെ അപ്പിയറൻസ് കാണപ്പെടുക. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രിങ് ഓഫ് പേൾ റിയാക്ഷൻ എന്നുള്ള രീതി പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാസിലസ് ആന്ത്രാസിസിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബാസിലസ് ആന്ത്രാസിസിനെയും പിന്നെ അതുപോലെ തന്നെ അതർ ബാസിലസ്, ദാറ്റ് ഈസ് ബാസിലസ് സീരീസ് എന്നും പിന്നെ അതുപോലെ തന്നെ അതർ എയറോബിക് സ്പോർ, ദാറ്റ് ഈസ് ASB എയറോബിക് സ്പോർ ബെയറിംഗ് ബാസിലസ്, നമുക്ക് ഡിഫറെന്റ് ബാസിലസ് ആന്ത്രാസിസിനെ ഡിഫറെന്റ് റാപ്പിഡ് ആയിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്, സ്ട്രിങ് ഓഫ് പേൾ റിയാക്ഷൻ. ഒന്നുമില്ല, എന്താണ്, നമ്മളെ മീഡിയത്തിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പെൻസിലിന് ഇട്ട് കൊടുക്കുക. അതായത് 0.05 to 0.5 യൂണിറ്റ്സ് ഓഫ് പെൻസിൽ പെർ ml നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 to 6 അവേഴ്സിനുള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ലാർജ് സ്പെറിക്കൽ കോളനീസ് കാണാൻ പറ്റും. അതാണ് ഈ ടൈപ്പിലുള്ള കോളനീസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതായത് മുത്തുമാലയിൽ ഈ മുത്തുകളുള്ള പോലെയുള്ള ഇങ്ങനത്തെ ടൈപ്പുള്ള കോളനീസ് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രിങ് ഓഫ് പേൾ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ജലാറ്റിൻ മീഡിയത്തിൽ നമ്മൾ ജലാറ്റിൻ ലിക്വിഫാക്ഷൻ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് ഇത് ഇൻവേർട്ടഡ് ഫെർട്ടറി അപ്പിയറൻസ് ആയിരിക്കും കാണപ്പെടുക. ഇതിന്റെ വേറെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലാറ്റിൻ ലിക്വിഫാക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അബൌട്ട് 7 days അപ് ടു 20 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻവേർട്ടഡ് ഫെർട്ടറി അപ്പിയറൻസ് കാണാൻ പറ്റത്തുള്ളൂ. ഇതായിരിക്കും ഇൻവേർട്ടഡ് ഫെർട്ടറി അപ്പിയറൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കണ്ടില്ല, ഈ ഒരു രീതിയിലായിരിക്കും ജലാറ്റിൻ സ്റ്റാപ്പ് കൾച്ചറിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, സെലക്ടീവ് മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലറ്റ് മീഡിയ ആണ്. പ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് പോളിമിക്സിൻ ബി, ലൈസോസാം, EDTA ആൻഡ് താലസ് അസറ്റേറ്റ്. ഈ 4 കമ്പണൻസ് ഉള്ള മീഡിയയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്ലറ്റ് മീഡിയ എന്ന് പറയുന്നത്. ഇതിന്റെ സെലക്ടീവ് മീഡിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില സമയത്ത് എന്തുണ്ടാവും, ബോത്ത് ആന്ത്രാസ് ബാസിലി ഉണ്ടാവും, ASB ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ASBനെ സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഇറ്റ് അലൗസ് ദ ഗ്രോത്ത് ഓഫ് ബാസിലസ് ആന്ത്രാസിസ് ഓൺലി. ഇതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിമിക്സിൻ ബി, ലൈസോസം, EDTA, ടാലസ് അസറ്റേറ്റ്, അതുകൂടാണ്ട് ഹാർട്ട് ഇൻഫ്യൂഷൻ അകാറും കൂടി ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ബാസിലസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇത് SR വേരിയേഷൻ കാണിക്കുന്നത്, ദാറ്റ് ഈസ് സ്മൂത്ത് ടു റഫ് വേരിയേഷൻ ഉണ്ട്. സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് ആയിരിക്കാം. ദെൻ റഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ സബ് കൾച്ചർ ചെയ്തതിന്റെ ഫലമായിട്ട് ക്യാപ്സുൽ ലോസ്റ്റ് ചെയ്തായിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്ലി എവിർലൻറ്റ് ഫോംസ് ആയിരിക്കും. ദെൻ സ്മൂത്ത് ആയിട്ടുള്ള ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിരിക്കും വിർലൻറ്റ് സ്ട്രെയിൻ ആയിരിക്കും.
ബയോകെമിക്കൽ റിയാക്ഷൻ നോക്കുന്ന പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെലാറ്റിൻ ലിക്വിഫാക്ഷൻ ടെസ്റ്റ് ഇൻവെർട്ടഡ് ഫ്രീ അപ്പിയറൻസ് തരും. അത് കൂടാണ്ട് വരുന്നതാണ് എന്ത് ചെയ്യും നമ്മുടെ മാൾട്ടോസിനെയും ഗ്ലൂക്കോസിനെയും സുക്രോസിനെയും ഡെസ്ട്രിനെയും ഫെർമെന്റേഷൻ ചെയ്തിട്ട് ആസിഡ് പ്രൊഡക്ഷൻ നടക്കും. പിന്നെ അതുപോലെ തന്നെ അതേസമയത്ത് ലാക്ടോസിനെയും അറാബിനോസിനെയും സൈലോസിനെയും മാൻറ്റോളിനൊന്നും ഒരിക്കലും ഫെർമെന്റേഷൻ നടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, കാറ്റലൈസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എടുത്തു പറയേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ വീക്ക് ലെസിത്തിനേസ് റിയാക്ഷൻ ആയിരിക്കും. ലെസിത്തിനേസ് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ് ആണ്. ഇതിനകത്ത് വെച്ചാൽ വീക്ക് ലെസിത്തിനേസ് റിയാക്ഷൻ ആയിരിക്കും. നമ്മുടെ യോഗ് കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഒരു നാരോ സോൺ ഓഫ് അപ്പാലസൻസ് അറൌണ്ട് ദ കോളനീസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വീക്ക് ലെസിത്തിനേസ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. എന്താണ് ഈ ലെസിത്തിനേസ് സി എഫക്ട് എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നമ്മുടെ ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസിന്റെ അകത്ത് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക എന്താണ് ദേ എക്സിബിറ്റ് വീക്ക് ലെസിത്തിനേസ് റിയാക്ഷൻ. എന്താണ് ഇതാണ് കാറ്റലൈസ് ടെസ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാറ്റലൈസ് ടെസ്റ്റ്. എന്തൊക്കെ എല്ലാ ബാസിലസ് സ്പീഷീസും എന്തായിരിക്കും കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ആന്റിജനിക് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ക്യാപ്സുലർ ആന്റിജൻസ് ഉണ്ട്, ക്യാപ്സുലേറ്റഡ് ഓർഗാൻസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്യാപ്സുലർ ആന്റിജൻസ് ഉണ്ട്. അതിന് ക്യാപ്സുലിന്റെ മെയിൻ പ്രസന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ആന്റിഫാഗോസൈറ്റിക് ആക്ടിവിറ്റി ആണ് വരുന്നത്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിർലന്റ് സ്ട്രെയിൻസിന് മാത്രമേ നമ്മൾ ക്യാപ്സുൽ കാണുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ദ സൊമാറ്റിക് പോളിസാക്കറൈഡ്സ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ വാൾ കമ്പോണൻസ് ആയിട്ട് വരുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രോസ് റിയാക്ട് എക്സിബിറ്റ് എ ക്രോസ് റിയാക്ഷൻ വിത്ത് capsular polysaccharides of type 4 pneumococcus. Type 4 pneumococcus ആയിട്ട് ഇതിന്റെ capsular polysaccharide ആയിട്ട് ഒരു ആന്റിജനിക് ക്രോസ് റിയാക്ഷൻ വരുന്നുണ്ട്. മൂന്നാമത് വരുന്നതാണ് സൊമാറ്റിക് പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ. ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ എവിടെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡിമ ഫ്ലൂയിഡ് ഓഫ് ആന്ത്രാക്സ് ലീഷൻ. ഈ ആന്ത്രാക്സ് ലീഷന്റെ എഡിമ ഫ്ലൂയിഡ് കണ്ടുവരുന്നതാണ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൊമാറ്റിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് ഹീറ്റ് ലബേൽ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ആന്റിജൻസ് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി എന്ന് പറഞ്ഞത് എന്തായിരിക്കും പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ദെൻ ആന്ത്രാക്സ് ടോക്സിൻ ആണ്. ഇത് ആന്ത്രാക്സ് ടോക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പവർഫുൾ എക്സോടോക്സിൻ എന്നുള്ള രീതിയിലാണ്. ഇതിന്റെ കെമിക്കൽ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇത് എക്സിബിറ്റ് 3 കമ്പോണൻസ് ഉണ്ട്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ എബി ടോക്സിൻ ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും ഇതിനെന്താണ് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ, എഡിമ ഫാക്ടർ ആൻഡ് ലീതൽ ഫാക്ടർ എന്നുള്ള രീതിയിലുള്ള 3 കമ്പോണൻസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ, എഡിമ ഫാക്ടർ ആൻഡ് ലീതൽ ഫാക്ടർ. നമുക്ക് അതിനെ പറ്റി ഓരോന്നായിട്ട് നോക്കാം. പ്രൊട്ടക്റ്റീവ് ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ 82.7 കിലോ ഡാൽട്ടൺ പ്രോട്ടീൻ ആയിരിക്കും. ഇതിന് എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആന്റിജൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും പ്രൊട്ടക്റ്റീവ്, നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ആന്റിബോഡി അഗൈൻസ്റ്റ് ദിസ് ആന്റിജൻ ആസ് പ്രൊട്ടക്റ്റീവ് അഗൈൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് ആന്ത്രാക്സ് ടോക്സിൻ. ഓക്കെ, കാരണം എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജനെ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ടോക്സിന്റെ ബൈൻഡിങ്. നമ്മുടെ എബി ടോക്സിന്റെ സമയത്ത് നമ്മൾ ബൈൻഡിങ് ടോക്സിൻ പഠിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു ബൈൻഡിങ് ഫംഗ്ഷൻ ആണ് ഇവിടെ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ വരുന്നത്. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജൻസ് അഗൈൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി ഉണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ ടോക്സിന് നമ്മുടെ ബോഡി സർഫസിന് മുകളിൽ ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആന്റിബോഡി അഗൈൻസ്റ്റ് ദിസ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ ഈസ് പ്രൊട്ടക്റ്റീവ് എന്നുള്ള രീതിയിൽ. ഓക്കെ, then the protective antigen is binding domain, that is for the anthrax toxin. ഈ ആന്ത്രാക്സ് ടോക്സിന് നമ്മുടെ ഹോസ്റ്റ് സെല്ലിന്റെ മുകളിൽ വന്ന് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഡൊമൈൻ മാത്രമാണ് ആര് ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ once this protective antigen binds it, the air fragment is cleaved. ഇതിന്റെ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എബി ടോക്സിൻ എന്നുള്ള രീതി പറയാം. ഈ ഡൊമൈൻ ബൈൻഡിങ് ഡൊമൈൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ ബാക്കിയുള്ള എയർ ഫ്രാഗ്മെന്റിൽ നിന്ന് അങ്ങനെ എക്സ്പോഷർ ആവുന്നു. ഈ ഒരു ബാക്കിയുള്ള ഈ ഒരു പുതിയതായിട്ട് ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം ന്യൂലി റിലീസ് ആയിട്ടുള്ള എയർ ഫ്രാഗ്മെന്റിന്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ എഡിമ ഫാക്ടർ വേണമെങ്കിൽ വന്ന് ബൈൻഡ് ചെയ്യാം. എന്നിട്ട് എന്തിലേക്ക് ലീഡ് ചെയ്യാം, എഡിമ ടോക്സിൻ ലീഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലീതൽ ഫാക്ടർ വന്ന് ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ലീതൽ ടോക്സിൻ ആയിട്ട് മാറാം. ഓക്കെ, നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ദ എഡിമ ഫാക്ടർ. ഈ എഡിമ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88.9 കിലോ ഡാൽട്ടൺ പ്രോട്ടീൻ ആയിരിക്കും. ഇറ്റ്സ് എ കമ്പോണന്റ് ഓഫ് എഡിമ ടോക്സിൻ ആയിരിക്കും. ഇത് ആക്ച്വലി ഇത് എന്താ ബയോകെമിക്കലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കാൽമോഡിലിൻ ഡിപെൻഡന്റ് അഡിനിലേറ്റ് സൈക്ലേസ് ആയിരിക്കും. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഡിനിലേറ്റ് സൈക്ലേസ് അല്ലെ. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനെ കൺവേർട്ട് ചെയ്യും, നമ്മുടെ ATPനെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സൈക്ലിക് AMP നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട് അല്ലെ, വിബ്രിയോയിലെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിബ്രിയോ കൊളറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലിക് AMPയുടെ. നമുക്കറിയാം ഈ സൈക്ലിക് AMPന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അവിടെ അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ നടക്കും. അതായത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, അതായത് ലീഡിംഗ് ഓഫ് സെല്ലുലാർ എഡിമ, അതായത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ലീഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ടാർഗറ്റ് ടിഷ്യൂവിൽ സെല്ലുലാർ എഡിമ ഫോർമേഷൻ നടക്കും. ഓക്കെ, ദെൻ
ഓൾസോ അത് കൂടാണ്ട് എന്ത് ചെയ്യും, ഈ എഡിമ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്രോഫിൽ ഫംഗ്ഷൻ ഒക്കെ ഇൻഹിബിഷൻ ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അതുപോലെ നമ്മുടെ ട്യൂമർ നെക്രോട്ടിക് ഫാക്ടർ TNF ട്യൂമർ നെക്രോട്ടിക് ഫാക്ടർ ആൽഫേന്റെയും പിന്നെ അതുപോലെ തന്നെ ഇന്റർലൂക്കിൻ 6 ഒക്കെ പ്രൊഡക്ഷൻ അങ്ങ് സപ്രസ് ചെയ്ത് കളയും നമ്മുടെ ഈ ഒരു എഡിമ ഫാക്ടർ. The next one is the lethal factor. Lethal factor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19.2 കിലോ ഡാൽട്ടൺ പ്രോട്ടീൻ ആയിരിക്കും. ഇതിന്റെ ബയോകെമിക്കലി ഇറ്റ് ഇസ് എ സിങ്ക് മെറ്റലോപ്രോട്ടിയേസസ് ആയിരിക്കും. it have a ability to inactivate the mitogen activated protein kinase leading to the inhibition of intracellular signal. അതായത് adjacent സെൽസിന്റെ സിഗ്നൽസിന് ആവശ്യമായിട്ടുള്ള മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസിനെ എന്ത് ചെയ്യും, ഇനാക്ടിവേഷൻ ചെയ്തു വരും. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് ഇത് എന്തിനൊക്കെ റിലീസ് ചെയ്യും, നമ്മുടെ റിലീസ് ഓഫ് ട്യൂമർ നെക്രോട്ടിക് ആൽഫേനെയും പിന്നെ അതുപോലെ തന്നെ ഇന്റർലൂക്കിൻ 1 ഒക്കെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലീതൽ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ആനിമൽസിനൊക്കെ പെട്ടെന്നുള്ള സഡൻ ഡെത്തും പിന്നെ അതുപോലെ തന്നെ ഹൈ ഡിഗ്രി ഓഫ് ബാക്ടീരിയം ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ കമ്പൈൻസ് വിത്ത് ദിസ് ലീതൽ ഫാക്ടർ ദെൻ ഏബിൾ ടു ക്രിയേറ്റ് ലീതൽ ടോക്സിൻ. ആ രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഈ ആൻഡ്രാക്സിന്റെ മെയിൻ ഡിസീസസിന്റെ മെയിൻ സിവിയറിറ്റി കൂടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ ടോക്സിൻ നമ്മുടെ ആയിട്ട് ഉള്ളിലേക്ക് ബൈൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് ബാസിലസ് ആന്ത്രാസിന്റെ ടോക്സിൻ. ഇറ്റ്സ് എ ബൈനറി ടോക്സിൻ ആണ്. നമ്മൾ പറഞ്ഞ എബി ടോക്സിൻ എന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്താണ് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ ഉണ്ട്. ദേ ആക്ട് ആസ് എ റിസപ്റ്റർ ജസ്റ്റ് ഫോർ ബൈൻഡിങ് ദ ടോക്സിൻ ഇൻ ടു ദ ഹോസ്റ്റ് സെൽ എന്നുള്ള രീതിയിലാണ്. ഇതിന് പ്രൊട്ടക്റ്റീവ് ആന്റിജന്റെ അടുത്തേക്ക് ആദ്യം വന്ന് എന്ത് ചെയ്യുന്നു, ലീതൽ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആക്ട് ആസ് ലീതൽ ടോക്സിൻ. ഇനി അതല്ല, പ്രൊട്ടക്റ്റീവ് ആന്റിജന്റെ അടുത്തേക്ക് നമ്മൾ എഡിമ ഫാക്ടർ ആണ് ആദ്യം വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്, എന്ത് സംഭവിക്കുന്നു, അത് എഡിമ ടോക്സിൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ ആന്ത്രാക്സ് ടോക്സിൻ എന്താണ് ലീതൽ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ, കോമൺ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആന്റിജനും ലീതൽ ഫാക്ടറും ബൈൻഡ് ചെയ്ത് ലീതൽ ടോക്സിൻ ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ അത് ടിഷ്യൂ ഡാമേജിലേക്കും ഷോക്കിലേക്ക് ലീഡ് ചെയ്യാം. ഇനി അതല്ല, പ്രൊട്ടക്റ്റീവ് ആന്റിജൻസിന്റെ മോളെ എഡിമ ഫാക്ടർ ആണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, അത് ജസ്റ്റ് എഡിമ ടോക്സിനിലേക്ക് ലീഡ് ചെയ്തിട്ട് അത് എന്തിലേക്ക് മാറുന്നു, എഡിമയിലേക്ക് മാത്രമേ മാറത്തുള്ളൂ, ഒരിക്കലും ഷോക്ക് എന്നുള്ള രീതിയിലേക്ക് എത്തത്തില്ല. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ ബൈൻഡ്സ് വിത്ത് ലീതൽ ഫാക്ടർ. ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ സിവിയർ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ ആന്ത്രാക്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്.